ബ്രോ 2025-ലും ഗൂഗിളിൽ നിന്നും ഫോട്ടോസ് എടുത്തിട്ടാണോ മാനിപ്പുലേറ്റ് ചെയ്യാറ്? ആൻഡ് ഐ ആം ഡാം ഷുവർ യു ആർ വേസ്റ്റിംഗ് എ ബഞ്ച് ഓഫ് ടൈം. ബട്ട് ഐ ഹാവ് സംതിങ് ഫോർ യു. ChatGPT പ്ലസ് ഫോട്ടോഷോപ്പ്. വെൽക്കം ടു പിക്സാലൈറ്റ് മീഡിയ അക്കാഡമി. ഹായ്, ദിസ് ഈസ് മെഹറൂഫ് പുത്തലത്ത്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്റ്റുഡിയോയിലെടുത്ത ഫോട്ടോസ് ChatGPT യൂസ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ്, നമുക്ക് ക്വിക്കായിട്ട് ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഈ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തു. ആൻഡ് സെലക്ട് സബ്ജക്റ്റ് കൊടുത്ത് ഇതിൻ്റെ ഹെയർ ഒന്ന് റിഫൈൻ ചെയ്തിട്ട് സ്മാർട്ട് റേഡിയസ് കൊടുക്കുക. ആൻഡ് ഷിഫ്റ്റ് എഡ്ജ് ചെറുതായിട്ടൊന്ന് -2% കൊടുക്കുക. ദെൻ ഓക്കെ. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഷാഡോയും കൂടെ ഒന്ന് സെപ്പറേറ്റ് കോപ്പി ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ആയി എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. 1080 ആൻഡ് 1321350 ആൻഡ് റെസൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് 150 ക്രിയേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ChatGPT ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ പ്രോംപ്റ്റ് ടൂൾസ് പോയിട്ട് ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യണം. സോ ലെറ്റ്സ് സീ ChatGPT എന്താ തരുന്നതെന്നുള്ളതാണ്. ഓക്കെ, നൗ വി ഗോട്ട് ദിസ് ഇമേജ്. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ നമുക്ക് ഈ ഇത്രയും പൊസിഷനാണ് നമുക്ക് വേണ്ടത്. ബട്ട് ജനറേറ്റീവ് ഫില്ല് കൊടുത്തു. ടൈപ്പൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ജനറേറ്റ് കൊടുത്ത് നോക്കുക. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ചും കൂടി ഈ ഒരു ഇമേജിലാണ്. ആൻഡ് അതിൻ്റെ മുന്നിലുള്ളൊരു ഏരിയ ഞാനത് പെൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തിട്ടൊന്ന് ഫെദർ കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ആ മോഡലിനെ നമ്മുടെ അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കൊണ്ടു നിർത്തുക. സോ ലാൻഡിങ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മോഡലിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ മോഡലിൻ്റെ ലെയർ മാത്രം ഞാനൊന്ന് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം അത് റീസൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെഗിൻ്റെ സൈഡിലുള്ള ഷാഡോയും കൂടെ സെപ്പറേറ്റ് കോപ്പി ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോൻ്റെ ഷാഡോ തന്നെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്തും കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഷാഡോ സെപ്പറേറ്റ് എടുക്കുന്നത്. ലെഗിൻ്റെ ഷാഡോ വരുന്ന ആ ഒരു ചെറിയ പീസ് നമുക്കത് ബ്ലെൻഡ് മോഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കാം. ആൻഡ് മൾട്ടിപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്കതിനൊരു മാസ്ക് ഇട്ടിട്ട് നമുക്കതിൽ ബ്ലാക്ക് ഫില്ല് ചെയ്യാം. അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ഒഴിവാക്കാം. കുറച്ചൊരു കട്ടിങ് അവിടെ അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ലെയർ പോയിട്ട് ഫെദർ കൊടുത്തു. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടിട്ടു. ദെൻ നമുക്കൊന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിതിൻ്റെ കേവ്സ് ഒന്ന് കുറച്ച് കുറയ്ക്കുകയാണ്. ഈ മോഡലിൻ്റെ ലൈറ്റിങ് കുറച്ച് കൂടുതലാണ്. സോ അതിനോട് ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ചപ്പ് ആയിട്ടുള്ള കേവ്സ് ഒന്ന് കുറയ്ക്കണം. ദെൻ എനിക്കൊന്ന് കളർ മാച്ചിങ് ഒന്ന് ചെയ്യണം. നമ്മൾ ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ മാച്ച് കളറിൽ നമ്മൾ സോഴ്സിൽ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം അൺടൈറ്റിൽഡ് 1 ആണ്. നമ്മുടെ ലെയർ ഏതാണോ ബാക്ക്ഗ്രൗണ്ട് ലെയറാണ് നമ്മൾ ലെയേഴ്സിൽ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് മാച്ചപ്പ് ആവുന്ന രീതിക്ക് വരെ നിങ്ങളതൊന്ന് ടീക്ക് ചെയ്ത് നോക്കാം. ദെൻ കുറച്ചും കൂടെ ഒന്നൊരു ബ്ലൂ ടോൺ എനിക്കിതിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്. സോ ഞാനത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് കളർ ബാലൻസ് എടുത്തിട്ട് ഒന്ന് ബ്ലൂ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ക്ലിപ്പിംഗ് മാസ്ക് ഇടണം, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലായിടത്തും ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ആൻഡ് ഞാൻ ഇതിൽ ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്തു. ദെൻ ടെക്സ്റ്റ് പൊസിഷൻ ചെയ്തിട്ട് അതിന് നമുക്കൊരു ഔട്ടർ ഗ്ലോ കൊടുക്കും. ആൻഡ് ആ ഒരു നമ്മുടെ സബ്ജക്റ്റ് മാത്രം ഒരു സെലക്ഷൻ എടുത്തു. ബ്ലാക്ക് ലെയർ ഫില്ല് ചെയ്തു. ദെൻ ഒരു ഇന്നർ ഗ്ലോ നമുക്ക് ആ എഡ്ജിൽ ആ ഒരു ഗ്ലോ നമുക്ക് ലൈറ്റ് സോഴ്സ് വരുന്നത് ആ ബാക്കിൽ എഴുതിയ ടെക്സ്റ്റ് കാലിക്കോസ് എന്നുള്ളതാണ് നമുക്ക് ആ ലൈറ്റ് സോഴ്സ് വരുന്നത്. ആ ലൈറ്റ് സോഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ആ എഡ്ജിൽ ഗ്ലോ ആണ് നമ്മൾ ഫേക്ക് ചെയ്യുന്നത്. സോ നമ്മളൊരു നോയ്സ് ഒരു 10 കൊടുത്തു. ദെൻ അതിൻ്റെ സൈസ് 9, ഒപ്പാസിറ്റി ഒരു 80 കൊടുത്തു. സൈസ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചോക്ക് ഒരു 13 കൊടുത്തു. ഓക്കെ കൊടുത്തു. ദെൻ ആ ലെയർ ഒന്ന് റാസ്റ്റിസൈസ് ചെയ്യണം. ദെൻ അതൊന്ന് സ്ക്രീൻ മോഡിലേക്ക് മാറ്റുക. പിന്നെ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ഏരിയാസൊക്കെ നമ്മൾ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് മാസ്കിൽ നമ്മൾ ബ്രഷ് ചെയ്ത് ഒഴിവാക്കുക. മീൻസ് ലൈറ്റിൻ്റെ
സോഴ്സ് എവിടെ നിന്നൊക്കെയാണോ അത് എവിടേക്കൊക്കെയാണോ പതിക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻ വേണം. സോ അതനുസരിച്ചിട്ട് വേണം ഈ നമ്മൾ ലൈറ്റ് അപ്ലൈ ചെയ്യാൻ. കുറച്ചും കൂടെ എനിക്ക് ഹെയറിൻ്റെ അവിടെ നിന്ന് ഗ്ലോ വേണം. സോ ഞാനൊന്ന് പുതിയൊരു ലെയർ ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ഉള്ളിൽ തന്നെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഹെയറിൻ്റെ ഏരിയയിൽ ചെറുതായിട്ടൊന്ന് ഒരു വൈറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്രഷ് എടുത്തിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട്. ഓക്കെ, അത് ചെറിയ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാനവിടെ 2 സൈഡിൽ ലൈറ്റ് ഫില്ല് ചെയ്തു. ഓക്കെ, ഇത് കുറച്ചൊരു ഡ്രീമി ഒരു ഗ്ലോ ലുക്ക് ഉണ്ട്. ദെൻ ഞാനൊന്ന് ഫോഗ് ആഡ് ചെയ്യാണ്. എനിക്കൊരു ഫോഗ് വേണം. ഫോഗ് ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഫോഗ് കോപ്പി ചെയ്തു. ദെൻ ഫോഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് സ്ക്രീൻ കൊടുത്തു. ദെൻ അതിൻ്റെ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ലെവൽ ബ്ലാക്ക് ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ചൊന്ന് ഡാർക്കിലേക്ക് അത് പോയിക്കോളൂ. ആൻഡ് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അത് സബ്ജക്റ്റിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. സോ അവിടെ ഒരു ഫോഗി സാധനം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ എനിക്ക് ആ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ബ്ലൂ ഗ്രേഡിയൻ്റ് എനിക്ക് വേണം. സോ ഞാനത് ചെയ്യുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുകയാണ്. മൊത്തത്തിൽ താഴെയുള്ളൊരു ഏരിയയും കൂടെ മിസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഏരിയ നമുക്ക് വേണ്ട. ദെൻ ഇപ്പം മുകളിലുള്ളൊരു ഏരിയയിൽ മാത്രം ഞാനത് ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണ്. ഗ്രേഡിയൻ്റ് ബ്ലൂ ഷെയ്ഡ് ഗ്രേഡിയൻ്റ് കൊടുത്തു. ഓക്കെ, ലുക്കിംഗ് നൈസ് ഫോർ മീ. പിന്നെ ഓക്കെ, ഗ്രേഡിയൻ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൺ. ഇനി എനിക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്രേഡിയൻറ്റും പിന്നെ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരണം. പെൻ ടൂൾ വെച്ച് ഞാൻ ആ ഒരു ഏരിയ സെലക്ട് ചെയ്തു. പെൻ സെലക്ഷൻ കൊടുത്ത് പുതിയൊരു ലെയർ ഇട്ടു. ഫെദർ ഒരു 0.5 കൊടുത്തു. ദെൻ ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണ്. ഗ്രേഡിയൻ്റ് വൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യാണ്. വൈറ്റ് കൊടുത്തു. ഓക്കെ, അത് എന്നെ കുഴപ്പമില്ല, രസമുണ്ട്. ദെൻ എനിക്കിനി ആ ഒരു ഏരിയൻ്റെ റിഫ്ലക്ഷൻ ഗ്ലാസ്സിൽ വരണം. സോ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്നും കൂടെ കോപ്പി എടുത്തിട്ട് മുകളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടെടുത്തിട്ടു. നമ്മൾ മുന്നേ കൊടുത്ത ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ സെലക്ഷൻ ഉണ്ടല്ലോ, ആ സെലക്ഷൻ ഒന്ന് കോപ്പി ചെയ്തു. സെലക്ഷൻ കൺട്രോളർ കമാൻഡ് നോക്കിയിട്ട് നമ്മൾ ആ മാസ്കിൻ്റെ ഉള്ളിലത്തെ സെലക്ഷൻ കോപ്പി ചെയ്തിട്ട് ഞാനത് പുതിയ മുകളിലേക്ക് ഇട്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയറിനും കൂടെ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഞാൻ അൺലിങ്ക് ക്ലിക്ക് ചെയ്തു. ലെയറും മാസ്കും തമ്മിലുള്ള ലിങ്ക് ഒഴിവാക്കി ചെറുതാക്കുകയാണ്. ചെറുതാക്കി ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു. ഓക്കെ, എന്നിട്ടൊന്ന് ഒപ്പാസിറ്റി കുറയ്ക്കുക. അപ്പോൾ രണ്ടും കൂടെ മിക്സായിട്ട് നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിൽക്കും. ആൻഡ് സ്മോൾ ഒരു എസ്ട്രല്ല എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡാണ്. എസ്ട്രല്ല കാലിക്കേഴ്സ് ആണ് ബ്രാൻഡ്. സോ ഞാനത് എസ്ട്രല്ലാം കൂടെ ആഡ് ചെയ്തു. ഔട്ടർ ഗ്ലോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം സ്പൈസിങ് മാറ്റി 400 ആക്കി. ഓക്കെ, എസ്ട്രല്ല. ഓക്കെ, ടെക്സ്റ്റും കുറച്ചൊന്ന് മുകളിലേക്ക് പൊന്തിച്ച് നോക്കാം. ഓക്കെ, റെഡി. കുറച്ച് ഹൈലൈറ്റ്സ് ഒന്ന് ആഡ് ചെയ്യണം. സബ്ജക്റ്റിന് ലെയർ പോയി ഞാനൊരു കേവ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു. ദെൻ ഞാനത് കേവ്സ് പൊന്തിച്ച് എന്നിട്ട് ബ്ലാക്ക് മാസ്ക് കൊടുത്ത് എന്നിട്ട് എനിക്ക് വേണ്ട ഏരിയയിൽ മാത്രം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്രഷിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് ഞാൻ വേണ്ട ഏരിയാസിൽ മാത്രം ഞാനിങ്ങനെ ഹൈലൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ചുളിവിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഹൈലൈറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഒന്ന് ഫെദർ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഷാർപ്പായിട്ട് നിൽക്കുന്ന എഡ്ജസ് അങ്ങോട്ടൊന്ന് മാറിക്കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ഒരു സ്നോ സ്പ്ലാറ്ററിങ് വേണം. സ്നോ സ്പ്ലാറ്ററിങ് ഞാൻ ഗൂഗിളിൽ പോയി നോക്കി. ഓക്കെ, അതവിടെ സ്യൂട്ടാകുമോ എന്നുള്ളത് അറിയില്ല. സ്ക്രീന് കൊടുത്തു. ബ്ലാക്ക് സ്ക്രീൻ ആയതുകൊണ്ട് സ്ക്രീന് കൊടുത്താൽ മതി. സ്ക്രീൻ കൊടുത്ത് വലുതാക്കി സൈഡിലേക്ക്. ഇവിടെ സ്യൂട്ടാവില്ല, ഇല്ല. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഈ സാധനം കംപ്ലീറ്റ്ലി ബ്ലർ ചെയ്തപ്പം കുറച്ചും കൂടെ ലൈറ്റ് റേസ് വരുന്നത് പോലെ ഉണ്ട്. ആൻഡ് ഒരു ലീഫിൻ്റെ ഷാഡോസ് വേണം. ലീഫിൻ്റെ ഷാഡോസ് എനിക്ക് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ലൈറ്റ് ഒന്ന് ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ആ ലെഗിൻ്റെ പൊസിഷൻ അങ്ങോട്ടേക്ക് ലൈറ്റ് കൂടുതലാണ്. സോ ഞാൻ ആ ലൈറ്റ് ഒന്ന് കേവ്സ് യൂസ് ചെയ്തിട്ട് ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ഉള്ളിൽ തന്നെ കേവ്സ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് കുറയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഫെദർ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ്സ് ആഡ് ചെയ്യണം. സോ ഞാൻ ആ സബ്ജക്റ്റ് ഒന്നും കൂടെ സെലക്ഷൻ കൊടുത്തു. ദെൻ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചിട്ട് 50% ഗ്രേ കൊടുത്തു. ദെൻ ബ്ലെൻഡ് മോഡ് പോയിട്ട് അത് ഓവർലേ ആക്കി.
എന്നിട്ട് ഡോട്ട്സ് ടൂൾ യൂസ് ചെയ്തിട്ട് റേഞ്ച് ഹൈലൈറ്റ്സ് ആക്കിയിട്ട് എക്സ്പോഷർ ഒരു 39 ഒക്കെ കൊടുത്ത് ഞാനത് ഒന്നും കൂടി ഒരു ഗ്ലേസിങ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആ ലൈറ്റ് നമുക്ക് ഇപ്പുറത്തേക്ക് വെച്ച് നോക്കാം. നമുക്ക് ഇപ്പുറത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്കെ എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്, ഈ ഒരു ഏരിയയിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നത് പോലെ. കാരണം ലൈറ്റിൻ്റെ സോഴ്സും ആ സൈഡിൽ നിന്നാണ് വരുന്നത്. താഴത്ത് എന്തോ ഒരു കുറവുണ്ട്. സോ ഞാൻ അവിടെ ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാണ്. ഇവരെ വെബ്സൈറ്റ് അഡ്രസ്സ് extraLabCalicos.com. ഓക്കെ ഡൺ. അത് സെൻട്രലൈസ് ചെയ്യാം. സോ എനിക്കിനി ആ ലെഗിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടെ ലൈറ്റ് ഹാർഡ് ലൈറ്റ് ആയിട്ട് ഒന്ന് കാണിക്കണം. സോ നമ്മൾ നേരത്തെ ഇന്നർ ഗ്ലോ കൊടുത്തിട്ട് സ്ക്രീന് കൊടുത്തിരുന്ന ഒരു ലെയർ ഉണ്ട്. സോ ആ ലെയർ ഞാൻ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ സ്ക്രീനിൽ നിന്ന് മാറ്റിയിട്ട് കളർ ഡോഡ്ജിലേക്ക് മാറ്റാം. ലിപ്പ് മാസ്ക് കൊടുത്തു, ഞാനത് ഡോഡ്ജ് മോഡിലേക്ക് മാറ്റി. ദെൻ എനിക്ക് വേണ്ട ഏരിയാസ് ഞാനൊന്നും കൂടെ കവറപ്പ് ചെയ്യാണ്. ഞാനത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ലെഗിൻ്റെ അവിടെയൊക്കെ ഒരു റിഫ്ലക്ഷൻ, സ്നോയിൽ തട്ടിയിട്ട് കാലിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരു റിഫ്ലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. ഞാനിത് മൊത്തം മെർജ് ചെയ്തിട്ട് ടോപ്പ് ലെയറിലേക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ദെൻ ഞാൻ അതിൻ്റെ ഷാർപ്നെസ് ഒന്ന് കൂട്ടി, മൊത്തത്തിലുള്ള ഇതിൻ്റെ ഷാർപ്നെസ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് 41 ആൻഡ് റേഡിയസ് 0.9. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. സോ ഇങ്ങനെയാണ് ChatGPTയും ഫോട്ടോഷോപ്പും ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു കൊമേഴ്ഷ്യൽ മാനിപ്പുലേഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഫോട്ടോൻ്റെ ലിങ്ക് താഴെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ PSD ഫയൽസ് ഫോർ യുവർ റെഫറൻസസ്. നിങ്ങൾ ചുമ്മാ ഇതൊന്ന് ചെയ്ത് നോക്കി നോക്ക്. എന്നിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ക്ലിയർ ചെയ്ത് തരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്കമിങ് ഡേയ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.